അടിപൊളി ടേസ്റ്റിൽ ഒരു അടാറ് പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. പാർട്ടികളിലൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ പുഡിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്രാസ്. അപ്പോൾ ടോട്ടൽ 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 20 ഗ്രാം ചൈന ഗ്രാസിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 ഗ്രാമിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അങ്ങനെ 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സോക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് കപ്പയാണ് കേട്ടോ. കപ്പ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് കപ്പ ഗ്രേറ്റ് ചെയ്തതുണ്ട്. 1 കപ്പിൽ കൂടി പോവേണ്ട കേട്ടോ ഈ ഒരു അളവിലേക്ക്. ഇപ്പോൾ 2 പാക്കറ്റ് പാലിലേക്ക് 1 കപ്പ് തന്നെ മതി കേട്ടോ. അത് കൂടി പോയാൽ നമുക്ക് ഈ പുഡിങ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ നീര് മൊത്തം കളയണം കേട്ടോ. എന്നാൽ ഈ പുഡിങ് ശരി ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ നീര് മൊത്തത്തിൽ കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കപ്പ പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ചില കപ്പയ്ക്ക് ഒരു കയ്പ്പ് രുചി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ഒരു കട്ടൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കംപ്ലീറ്റ് വെള്ളം ഇതുപോലെ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. കപ്പ എന്ന് പറയുമ്പോൾ ഒരു പൊടിയുള്ള ഐറ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പശയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട കേട്ടോ. അത് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് നമുക്ക് 2 പാക്കറ്റ് പാൽ ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു 525 ml ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പാല് പാക്കറ്റ് 1/2 ലിറ്ററിലേറെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് രണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസും തിളപ്പിക്കാൻ വെക്കണം. രണ്ടിനും ഒരേ ചൂടാവണം. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. രണ്ടും ഒരേ സമയത്ത് വേണം സ്റ്റൗവിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഒരേ ചൂടിൽ വേണം രണ്ടും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാലൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ചൂടായി വരുന്ന സമയത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേസമയം തന്നെ ചൈന ഗ്രാസും മെൽട്ടാക്കി എടുക്കണം. ചൈന ഗ്രാസ് കംപ്ലീറ്റ് മെൽട്ടാവുന്ന വരെ അതൊരു ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്ക് കപ്പയും റെഡി ആയിക്കോളും. കപ്പ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ കപ്പയും കുക്കായി വരും കേട്ടോ. ചൈന ഗ്രാസൊക്കെ ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് മെൽട്ടാക്കി എടുക്കാം. അതേ സമയത്ത് ഞാൻ ഈ കപ്പ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പ ഇതിലേക്ക് പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിൻ്റെ ശേഷം കപ്പ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലിട്ടിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പയൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 6-7 ടേബിൾ സ്പൂണോ അത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ ടേസ്റ്റൊക്കെ എത്രയാണ് വേണ്ടത്, അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്കും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഇപ്പോൾ ഇതിലേക്ക് ചൈന ഗ്രാസും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ചൈന ഗ്രാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അരിപ്പിലൂടെ ഒന്നും ഒഴിച്ചിട്ടില്ല. അതുപോലെ നേരിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇത് വലിയ സൈസിലുള്ള പുഡിംഗ് ട്രേ ആണ്. അപ്പോൾ അതിലേക്ക് ഇത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ അനുസരിച്ചാണ് പുഡിംഗ് ട്രേയുടെ അളവ് നിശ്ചയിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് 1 കപ്പ് മാത്രമേ നമ്മൾ കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ അത് ചൂടാറിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ FBയിലാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ FB പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്